മൂന്നാമത്തെ തിയറാണ് അടുത്തായിട്ട് കാണുക. ഇവിടെ എക്സ് ട്രാൻസ്പോസ് എ എക്സ് എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഫോമും ബി എക്സ് എന്ന് പറയുന്നത് ഒരു ലീനിയർ ഫോമുമാണ്. ഓക്കെ, അപ്പം എയും ബിയും എന്ന് പറയുന്ന രണ്ട് മെട്രിക്സസ് ഉണ്ട്. അപ്പം ഇവിടെ എന്താണ് തിയറം പറയുന്നത്? This X transpose AX and BX are independent when BA equal to 0. Okay, അതാണ് അപ്പം നമ്മൾ കാണാൻ പോകുന്നത്. BA equal to 0 ആയിരിക്കുമ്പോഴാണ് ഇത് ഇൻഡിപെൻഡൻറ്റ്. അപ്പം ഇവിടെ നമ്മളൊരു ഡയറക്റ്റ് മെത്തേഡ് അല്ല ഉപയോഗിക്കുന്നത്. ഇവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേസിലാണ് നമ്മളിത് പ്രൂവ് ചെയ്യാനായിട്ട് പോവുക. അപ്പം ആദ്യമേ നമ്മളിവിടെ എ എന്ന് പറയുന്നത് ഒരു റിയൽ സിമെട്രിക് മെട്രിക്സ് ആണ് അല്ലേ, ക്വാഡ്രാറ്റിക് ഫോമിൽ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ there exists an orthogonal matrix P such that P transpose AP is a diagonal matrix. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പ്രൂഫിൽ കണ്ടു, ഡയഗണൽ മെട്രിക്സ് വിത്ത് ഫസ്റ്റ് ബ്ലോക്ക് ലാംഡ ആർ ആൻഡ് ദ അതർ ബ്ലോക്സ് ആർ 0. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു പുതിയ ട്രാൻസ്ഫോർമേഷൻ ഇസഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. അപ്പം അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ സി എന്ന് പറയുന്ന പുതിയൊരു മാട്രിക്സ് കാണും. അങ്ങനെ സി കണ്ടു കഴിഞ്ഞ് സിയുടെ വാല്യൂ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ബി എ 0 ആണ് എന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് സിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എക്സ് ട്രാൻസ്പോസ് എ എക്സും ബി എക്സും ഇൻഡിപെൻഡൻ്റ് ആയിക്കൊണ്ട് വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോവുക. അപ്പം അത് ചെയ്ത് വരുമ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുക. നമ്മളൊരു പുതിയ മാട്രിക്സ് സി ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പം സിയുടെ വാല്യൂ, സി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ആ വാല്യൂ കണ്ടുപിടിച്ചുകൊണ്ട് എക്സ് ട്രാൻസ്പോസ് എ എക്സും ബി എക്സും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ, അതിന് സി സഫിഷ്യൻ്റ് ആണോ, അതാണ് നമ്മൾ നോക്കാൻ പോവുക. അപ്പോൾ സി എവിടുന്ന കിട്ടുക? ബി എ ഈക്വൽ ടു 0 എന്നുള്ള അസംഷനിൽ നിന്നാണ് സിയുടെ വാല്യൂ കിട്ടുക. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോവുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ദ ഓർത്തോഗണൽ മെട്രിക്സ് പി. കഴിഞ്ഞ പ്രൂഫിൽ തിയറം 2ൻ്റെ പ്രൂഫിൽ നമ്മൾ കണ്ട പി നോൺ സിംഗുലർ മെട്രിക്സ് ആണ്, ഇത് ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അത് ഓർത്തിരിക്കുക. അപ്പം ഇവിടുത്തെ പി എങ്ങനെയാണ്? പി ട്രാൻസ്പോസ് എ പി എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ലാംഡ, അതിൻ്റെ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ബ്ലോക്ക് മാത്രം ഡയഗണൽ എൻട്രീസ് ഉണ്ട്, ബാക്കി ബ്ലോക്സ് എല്ലാം 0 ആണ്. ആൻഡ് നൗ ലെറ്റ് ഇൻട്രൊഡ്യൂസ് ദ transformation Z equal to P transpose X. It is also following standard P-variate normal distribution. Then let C equal to B into P. അതാണ് നമ്മുടെ വെക്ടർ C എന്ന് പറയുക. ഓക്കെ, അപ്പം സിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് സിയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്? B into A 0 ആണ് എന്നുള്ള അസംഷനിലാണ് നമ്മൾ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകും. സോ അസ്യൂം ബി എ ഈക്വൽ ടു 0. ഓക്കെ, അതല്ലേ നമുക്ക് കാണണ്ടേ? എന്താണ്? എക്സ് ട്രാൻസ്പോസ് എ എക്സും ബി എക്സും ഇൻഡിപെൻഡൻ്റ് ആകുന്നത് എപ്പോഴാണ്? ഇഫ് ബി എ ഈക്വൽ ടു 0. അപ്പം നമ്മൾ ആദ്യമേ ബി എ ഈക്വൽ ടു 0 ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പം അത് അസ്യൂം ചെയ്തുകൊണ്ട് ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആവുന്നുണ്ടോ നമുക്ക് നോക്കിയാൽ മതി. ഓക്കെ, ബി എ 0 ആണെങ്കിൽ ഒരു ബി എ ഇൻറ്റു പി എന്താവും? 0 തന്നെയായിരിക്കും. ഓക്കെ, പ്രൊഡക്റ്റിൽ ഒരു മെട്രിക്സ് 0 ആണ്, ദെൻ ബി എ ഇൻറ്റു പിയും 0 തന്നെയായിരിക്കും. സോ വി കൺസിഡർ ആൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഐ ഇൻ ബിറ്റ്വീൻ ബി ആൻഡ് എ. ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സും കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുഴപ്പമില്ലല്ലോ. അപ്പം എന്തിനാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? നമ്മൾ പി എന്ന് പറയുന്ന ഓർത്തോഗണൽ മെട്രിക്സ് കണ്ടിരുന്നു. പി ഇൻറ്റു പി ട്രാൻസ്പോസ് ഐ ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഞാൻ പി ഇൻറ്റു പി ട്രാൻസ്പോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം ആ പ്രൊഡക്റ്റിൽ ഞാനതിനെ രണ്ടായിട്ട് കൺസിഡർ ചെയ്യുക. ബി ഇൻറ്റു പിയും പി ട്രാൻസ്പോസ് എ പിയും. കുഴപ്പമില്ലല്ലോ, നമ്മൾ ബി എ തന്നെയാണ്, ബി എ ഈക്വൽ ടു 0 ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഐയും കൺസിഡർ ചെയ്തു. ബി എ 0 ആയതുകൊണ്ട് ബി എ പി 0 ആയി കൺസിഡർ ചെയ്ത്
റൈറ്റ് സൈഡിൽ ഒരു പിയും കൺസിഡർ ചെയ്തു. അപ്പോൾ ഇതിനെ നമുക്ക് ബി പി ഇൻറ്റു പി ട്രാൻസ്പോസ് എ പി എന്ന് കൺസിഡർ ചെയ്യാം. നമ്മൾ മുകളിൽ കണ്ടു എന്താണ് ബി പി എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. ഓക്കെ, പി ട്രാൻസ്പോസ് എ പി എന്താണ്? ലാംഡ. സോ നമ്മൾ അതിന് രണ്ടിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ബി പി സി ആണ്, പി ട്രാൻസ്പോസ് എ പി ലാംഡ ആണ്. സോ ബി എ ഈക്വൽ ടു 0 ഇംപ്ലൈസ് സി ലാംഡ ഈക്വൽ ടു 0. അപ്പോൾ സി എന്ന് പറയുന്നത് നമുക്കൊരു ബ്ലോക്ക് മെട്രിക്സ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. 4 ബ്ലോക്സ് ഉള്ള ഒരു മെട്രിക്സ്. സോ ഞാൻ ആ മെട്രിക്സസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്താണ്, ഈ പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്ത് കഴിയുമ്പം പുതിയ മെട്രിക്സിലെ ഓരോ യൂണിറ്റും 0യ്ക്ക് ഇക്വലൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ വരിക? C11 ഇൻറ്റു ലാംഡ ആർ ഈക്വൽ ടു 0. ദെൻ ഏതാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ വരിക? C21 ഇൻറ്റു ലാംഡ ആർ. ഓക്കെ, സോ ഈ മെട്രിക്സ് 0 ആകുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന എന്താണ്? C11 ഇൻറ്റു ലാംഡ ആർ 0. അപ്പോൾ ലാംഡ ആർ 0 അല്ല. സോ we have C11 equal to 0 and C21 equal to 0. അതായത് C എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം 0 ആണ്. ശരിയാണല്ലോ അല്ലേ? ആ വാല്യൂസ് ആണ്, സിയുടെ വാല്യൂ നമുക്കിപ്പം കിട്ടി. അപ്പം ബി എ ഈക്വൽ ടു 0 ആകുമ്പം ഇവിടെ നമുക്ക് സിയുടെ വാല്യൂ, അപ്പം സി എന്ന് പറയുന്ന നമ്മളൊരു ബ്ലോക്കാണ് കൺസിഡർ ചെയ്തത്. അപ്പം അതിൻ്റെ എന്താ ഫസ്റ്റ് കോളത്തിലെ 2 ബ്ലോക്സും സീറോസ് ആണ്. അപ്പോൾ ആ സെക്കൻഡ് ഹാഫിലുള്ള ആ ബ്ലോക്സ് മാത്രമേ നമുക്കുള്ളൂ. സോ സി എ നമുക്കിങ്ങനെ എഴുതാം 0 C12 0 C22. അപ്പം നമ്മളതിൻ്റെ ഫസ്റ്റ് ഹാഫിനെ 0 എന്നും സെക്കൻഡ് ഹാഫ് ആ ബ്ലോക്സിനെ രണ്ടിനെയും കൂടെ ഇ എന്നും റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, സി എ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുക. ഇറ്റ്സ് ആക്ച്വലി എ പി ബൈ പി മെട്രിക്സ്. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് 6 കോളംസ് എന്താണ്? സീറോസ് ആണ്. ബാക്കിയുള്ള പി മൈനസ് ആർ കോളംസ് നോൺ സീറോ വാല്യൂസ് ആണ്. അതിനെല്ലാം കൂടെ നമ്മൾ ഇ എന്ന് കൺസിഡർ ചെയ്തു. അപ്പം നമുക്ക് എന്താണ് കിട്ടിയത്? ബി എ ഈക്വൽ ടു 0 എന്ന അസംഷനിൽ സിക്ക് നമ്മളൊരു വാല്യൂ കണ്ടുപിടിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത്? സിയുടെ വാല്യൂ ഇതാണെങ്കിൽ, അതായത് ബി എ 0 ആയതുകൊണ്ടാണ് സിയുടെ വാല്യൂ ഇങ്ങനെ കിട്ടിയത്. അപ്പം സിയുടെ വാല്യൂ ഇതാണെങ്കിൽ ഈ എക്സ് ട്രാൻസ്പോസ് എ എക്സും ബി എക്സും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, എക്സ് ട്രാൻസ്പോസ് എ എക്സും ബി എക്സും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അതിന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ പോവുക. സോ അത് ചെക്ക് ചെയ്യാൻ പോകുമ്പം നമ്മളതിനെ 2 പുതിയ ഇതായിട്ട് ക്വാഡ്രാറ്റിക് ഫോമിനെ യു എന്നും ലീനിയർ ഫോമിനെ ബി എന്നും വിളിക്കുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ, ജസ്റ്റ് വിളിക്കുന്നേ ഉള്ളൂ. അതായത് യുവും ബിയും ഇൻഡിപെൻഡൻ്റ് ആവുന്നുണ്ടോ അണ്ടർ ദി വാല്യൂ സി, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ ഇസഡ് കണ്ടിരുന്നു. ഇസഡ് എന്താണ്? പി ട്രാൻസ്പോസ് എക്സ് എന്താണ്? സ്റ്റാൻഡേർഡ് നോർമൽ മൾട്ടിവേരിയേറ്റ് നോർമൽ. സ്റ്റാൻഡേർഡ് മൾട്ടിവേരിയേറ്റ് നോർമൽ ആണ്. അപ്പം എന്താണ് പ്രത്യേകത? അതിൻ്റെ മാർജിനൽ ഫങ്ഷൻസ് ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ? മാർജിനൽ വേരിയബിൾസ് എന്ന് പറയുന്നത് ഇസഡിൻ്റെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാ വേരിയബിൾസും ഇൻഡിപെൻഡൻ്റ് ആണ്. വേരിയബിൾസും സബ് വെക്ടേഴ്സും എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. സോ അതുകൂടി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി നമ്മൾ നമ്മുടെ കയ്യിലുള്ള പിയും സിയും ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ യുവിനെ വിനെ കണ്ടുപിടിക്കാൻ പോകുന്നു. അതിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. സോ ആദ്യം തന്നെ യുവിന് നമ്മൾ എന്ത് ചെയ്തു? യുവിൽ പി ഇൻറ്റു പി ട്രാൻസ്പോസ് ഐ ആണ് നമുക്കറിയാം. പി ട്രാൻസ്പോസ് ഇൻറ്റു പിയും ഐ ആണ്. എന്തുകൊണ്ടാണ്? പി ഓർത്തോഗണൽ മെട്രിക്സ് ആയതുകൊണ്ട്. സോ എക്സ് ട്രാൻസ്പോസ് എ എക്സിന് ഈ ഒരു ഫോമിൽ എഴുതുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. സോ പി ട്രാൻസ്പോസ് എക്സ് എന്ന് പറയുന്നത് ഇസഡ് ആയതുകൊണ്ട് നമുക്കതിനെ എങ്ങനെ എഴുതാലോ? ഇസഡ് ട്രാൻസ്പോസ് ഇൻറ്റു പി ട്രാൻസ്പോസ് എ പി ഇൻറ്റു ഇസഡ്. ഓക്കെ ആണല്ലോ. ഇനി പി ട്രാൻസ്പോസ് എ പി എന്താണ്? ലാംഡയാണ്. സോ നമ്മൾ ലാംഡയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്കറിയാം ലാംഡ എന്ന് പറയുന്നത് ബ്ലോക്ക് ആയിട്ടാണ് കിടക്കുക. എങ്ങനെയാണ്? ഫസ്റ്റ് 6 റോസ്, ഫസ്റ്റ് 6 കോളംസ് എന്ന് പറയുന്നത് നോൺ സീറോ ആണ്.
സോ നമ്മൾ ഇസഡിനെയും രണ്ട് ബ്ലോക്കായിട്ട്, രണ്ട് സബ് വെക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് നോക്കാൻ പോവാം. സോ ഈ ഒരു ഫോമിൽ നമുക്ക് എഴുതാമല്ലോ. ലാംഡ രണ്ട് ബ്ലോക്സ് ആയിട്ട് കിടക്കുന്നുണ്ട്, രണ്ട് കോളം രണ്ട് റോയും ആയിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ ഇസഡിനെയും സബ് വെക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. അപ്പം Z1ന്റെ ഓർഡർ എന്നത് ആറും Z2ന്റെ P-6ഉം. അപ്പോൾ ഇതിന്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? U എന്ന് പറയുന്നത് ഇവിടെ നോൺ സീറോ ആയിട്ടുള്ള സിംഗിൾ എലമെന്റ് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ എന്താണ് കിട്ടുക? എന്താണ് കിട്ടിയത്? Z1 ട്രാൻസ്പോസ് ലാംഡ R ഇൻറ്റു Z1. ശരിയാണല്ലോ. അതായത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോം X ട്രാൻസ്പോസ് AX നമ്മുടെ Z1 എന്ന് പറയുന്നത് ഫസ്റ്റ് R വേരിയബിൾസിന്റെ സബ് വെക്ടർ ആണ്. അതിന്റെ ഫോമിൽ, അതിന്റെ ക്വാഡ്രാറ്റിക് ഫോമായിട്ട് നമുക്ക് X ട്രാൻസ്പോസ് AXനെ കിട്ടി. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ലീനിയർ ഫോം BX നോക്കാം. സോ BXന്റെ ഉള്ളിൽ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് I കൺസിഡർ ചെയ്താൽ എന്താണ്? ഐക്ക് പകരം P ഇൻറ്റു P ട്രാൻസ്പോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കുഴപ്പമില്ലല്ലോ. സോ BP ഇൻറ്റു P ട്രാൻസ്പോസ് X ആയി. ഇപ്പം P ട്രാൻസ്പോസ് X എന്താണ്? Z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി BP എന്താണ്? C ആണ് അല്ലേ? സോ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ BX എന്ന് പറയുന്ന ഏത് ഫോമിലായി? C ഇൻറ്റു Z. അപ്പം നമ്മൾ സിയുടെ വാല്യൂ കണ്ടുപിടിച്ചിരുന്നു അല്ലേ? അപ്പോൾ ഇസഡിനെ നമ്മൾ അങ്ങനെ സബ് വെക്ടേഴ്സ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ നമുക്കതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. എന്താണ് കിട്ടിയത്? BX എന്ന് പറയുന്നത് E ഇൻറ്റു Z2. ശരിയാണല്ലോ അല്ലേ? E ഇൻറ്റു Z2. അതായത് നമ്മുടെ ലീനിയർ ഫോം Z2ന്റെ മാത്രം ഫങ്ഷൻ ആയിട്ടാണ് വന്നിരിക്കുക. Z2 എന്താണ്? Z എന്ന് പറയുന്ന വെക്ടറിന്റെ സെക്കൻഡ് സബ് വെക്ടർ, അതായത് R+1 തൊട്ട് P വരെയുള്ള വേരിയബിൾസ് ഉൾക്കൊള്ളുന്ന സെക്കൻഡ് സബ് വെക്ടർ ആണ് Z2 എന്ന് പറയുക. സോ നമ്മുടെ യുവും വിയും കിട്ടി. അപ്പം എന്താണ്? Z നമ്മൾ കണ്ടിരുന്നു, അതിൻ്റെ ഡിസ്ജോയിൻഡ് ആയിട്ടുള്ള രണ്ട് സബ് വെക്ടേഴ്സ്, അതിൻ്റെ ഫങ്ഷൻസ് ആയിട്ടാണ് യുവും വിയും വന്നിരിക്കുക. അതിൻ്റെ അർത്ഥം യുവും വിയും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പം എന്തുകൊണ്ടാണ് യുവും വിയും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിട്ടിയത്? നമ്മൾ അസ്യൂം ചെയ്ത സിയുടെ വാല്യൂ കൊണ്ടാണ്. അപ്പം സിയുടെ വാല്യൂ എങ്ങനെയാണ് നമുക്ക് ആ ഒരു അസംഷന് കിട്ടിയത്? AB 0 ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പം AB 0 ആയതുകൊണ്ടാണ് നമുക്ക് ക്വാഡ്രാറ്റിക് ഫോമും ലീനിയർ ഫോമും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആയിട്ട് കിട്ടിയിരിക്കുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ പ്രൂഫ് എന്ന് പറയുക. അപ്പം അത് വേർഡ്സിൽ നോട്ടിൽ തന്നിട്ടുണ്ട്, വേർഡ്സിൽ അത് എഴുതി വയ്ക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ വിധത്തിലാണ് മുന്നോട്ട് പോയിരിക്കുന്നത്, അത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൂഫ് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നോട്ടിൽ മാത്രം നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം പറഞ്ഞ പോയിന്റ്സ് വെച്ചിട്ട് ആ ഒരു രീതിയിൽ ചിന്തിച്ച് നോക്കുക. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ ഈ തിയറത്തിനൊരു കൊറോളറി ഉണ്ട്. എന്താണ്? എക്സ് എന്ന് പറയുന്നത് പി വേരിയേറ്റ് നോർമൽ വിത്ത് പാരാമീറ്റർ 0 ആൻഡ് സിഗ്മ ആണെങ്കിൽ ഇത് ഇൻഡിപെൻഡൻ്റ് ആകാനുള്ള കണ്ടീഷൻ എന്താണ്? B സിഗ്മ A = 0. അപ്പം അത് കാണാൻ വേണ്ടി വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ് തന്നിരിക്കുക. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക. നമ്മൾ കണ്ട പോലെ നേരത്തെ പോലെ y എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കേസിൽ തന്ന പോലെ ഈ ഒരു റിസൾട്ടിൻ്റെ, ഈ ഒരു തിയറത്തിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ കണ്ട തിയറത്തിൻ്റെ പ്രൂഫ് ഉപയോഗിച്ചുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആകാനുള്ള റിസൾട്ട് നമുക്കറിയാം അല്ലേ? BA 0 ആയിരിക്കണം. അപ്പോൾ അതേപോലെ അതിൻ്റെ മെട്രിക്സസ്, അതിൻ്റെ പ്രൊഡക്റ്റ് 0 ആണെന്ന് എടുത്തുകൊണ്ട് B സിഗ്മ A 0 ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ചെറിയൊരു റിസൾട്ടാണ്. അപ്പം അതുകൂടി നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പം ഈ ഒരു തിയറവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. അപ്പം അതിൻ്റെ കൊറോളറി ഓർത്തിരിക്കുക. തിയറം പ്രൂവ് ചെയ്തെങ്കിൽ മാത്രം നമുക്ക് കൊറോളറി ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. അത് നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, താങ്ക് യു.